പാർലമെൻറ്റിനെ പ്രതിനിധാനം ചെയ്യുന്ന മുൻ MP ഈ കണ്ണൂർ നിയോജക മണ്ഡലത്തിനും അതുപോലെ തന്നെ കണ്ണൂർ കോർപ്പറേഷൻ്റെ വികസനത്തിന് വേണ്ടിയും യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ നഗരത്തിലെ കണ്ണൂർ നിയോജക മണ്ഡലത്തിൻ്റെ കണ്ണൂർ ടൗൺ പരിധിയിൽ വരുന്ന റോഡുകളിൽ നിരന്തരമായി ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാനുള്ള സംവിധാനം ഇതുവരെ നമ്മുടെ മുൻ MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ യാതൊരു വിധത്തിലുള്ള വികസനങ്ങളും നമ്മുടെ കണ്ണൂർ കോർപ്പറേഷനിൽ ഉണ്ടായിട്ടില്ല എന്നത് കണ്ണൂർ കോർപ്പറേഷനിലെ ഒരു വോട്ടർ എന്ന നിലയിൽ വളരെ അപമാനകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഏത് തലത്തിലെത്തിക്കഴിഞ്ഞാലും ഗവൺമെൻറ് ആസ്പത്രിയുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും റോഡിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും എല്ലാ തരത്തിലും വികസന മുരടിപ്പാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ കണ്ണൂർ പാർലമെൻറ്റിനകത്ത് ഉണ്ടായിട്ടുള്ളത്. UDFിൻ്റെ സ്ഥാനാർത്ഥി സ്ഥലം MP ആണ്. അദ്ദേഹം ഈ മണ്ഡലത്തിൽ യാതൊന്നും MP എന്ന രീതിയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു കാര്യങ്ങളും ചെയ്യാത്ത ഒരു MP ആണ്. അദ്ദേഹത്തോട് ഒരു കാലത്ത് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിലെ അറ്റൻഡൻസ് കുറഞ്ഞ ഒരു ഹാജരില്ലാത്ത ഒരു MP ആണ്, ഒരു ഫണ്ട് ഉപയോഗിക്കാത്തൊരു MP ആണ്. അദ്ദേഹം ചോദിച്ചത്, ഞാൻ പാർലമെൻറ്റിൽ പോയിട്ട് എന്താണ് കിളക്കാനാണോ ഞാൻ പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ കാരണം അദ്ദേഹം പോകുന്നത് തന്നെ എന്തിനാണ് കിളക്കാനാണോ പോകുന്നതെന്ന രീതിയിൽ, അപ്പോൾ ഈ വോട്ട് ചെയ്ത ജനങ്ങളെ പുച്ഛിക്കുന്ന അവഗണിക്കുന്ന ഒരു രീതിയാണ് MP എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മറ്റൊന്ന് നമുക്കറിയാം, LDFിൻ്റെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ യാതൊന്നും തന്നെ അവരെ ഈ കോർപ്പറേഷനിലും ഈ സ്ഥലങ്ങളിലും അവരുടെ മെമ്പറാണ്. യാതൊരു വികസനവുമില്ലാത്ത ഒരു സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ കാരണം കുറേ അക്രമ രാഷ്ട്രീയം ഇവിടെ കുറഞ്ഞു കിടക്കുന്നുണ്ട്. ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ അക്രമ രാഷ്ട്രീയം ഇവിടെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഇപ്പോൾ ഒരു ബോംബ് പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ട സുരക്ഷിതമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഓരോ വോട്ടർമാരുടെയും അവകാശമുള്ളത്. വേറെ ഈ നമ്മൾ LDFിൻ്റെ ഭരണത്തിലും ഈ UDFിൻ്റെ ഭരണത്തിലും ഇവിടെ ഒരു വികസനം ഇങ്ങനെ പറയാമെന്നല്ലാതെ ഒരു വികസനം നമ്മളെ രീതിയിൽ കാഴ്ചപ്പാടിൽ ഇവിടെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കുന്ന നമ്മളെ ഇവിടെയൊക്കെ ഒരു കർഷക മേഖലയാണ്. ഇവിടെയൊക്കെ ഒരു വലിയൊരു തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നും ആ വീട്ടിൻ്റെ ആ തോട് കവിഞ്ഞു മറിഞ്ഞിട്ട് ഈ തോട്ടിൽ വെള്ളം കയറി വീടുകൾ ആൾക്കാർ ഒഴിഞ്ഞു പോയി ഈ മഴക്കാലത്ത് വരുന്നത്. ഇത് മാറി വരുന്ന ഗവൺമെൻറ്റിനോടൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും നമ്മൾക്ക് ആ ഒരു ഗവൺമെൻറ്റിനൊക്കെ പറഞ്ഞ് കേന്ദ്രത്തിലൊക്കെ അതിനെ പെടുത്തിയിട്ട് അതിനെ വികസന ഒരു രീതിയിലൊക്കെ കൊണ്ടുവരുമെന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷയുള്ളത്. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amrit Veni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amrit Veni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.